Dear students, today we are going to study the two different types of waves. They are transverse waves and longitudinal waves. And we have studied that the wave is a disturbance, that is a condition or a state of motion that travels through a medium. And nothing material, that is no material medium is transferred from one point to another point. Instead of that, only the particles of the medium, it vibrates about its mean position. And depending on the nature of the vibration of the particles of the medium, and the waves can be broadly classified into two different groups. They are transverse waves and longitudinal waves. Let us start with a simple example. So consider the case of a water surface. This is the surface of water and this is the air medium. Here, consider the particles of the medium. That is, the water molecule, it just makes its oscillation. So oscillation is like this. That is about the mean position. It undergo an up and down motion. ഈ മീൻ പൊസിഷനിൽ നിന്ന് ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ആണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു വാട്ടർ മോളിക്യൂൾ. ഇനി ഒരു സെക്കൻഡിന് ശേഷം തൊട്ടടുത്ത മോളിക്യൂൾ സ്റ്റാർട്ട്സ് വൈബ്രേറ്റിംഗ് ഓർ ഓസിലേറ്റിംഗ്. ദെൻ ഒരു സെക്കൻഡിന് ശേഷം തൊട്ടടുത്ത പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നു. ദെൻ തൊട്ടടുത്ത പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു മീഡിയത്തിൽ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഈ ഓസിലേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ഈ പോയിന്റ് വരെ എത്തി. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന വേവിന്റെ ഡയറക്ഷൻ നോക്കിയാൽ വേവ് ഈ ഡയറക്ഷനിലാണ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് because of the oscillation of the particles, the energy transfer from one point to another point. Energy transfer അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഡയറക്ഷനെയാണ് വേവിന്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്തു. ഇനി പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ നോക്കിയാൽ അത് ഈ ഡയറക്ഷനിലാണ് പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ. ദാറ്റ് ഈസ് കൺസിഡർ ദിസ് ഡയറക്ഷൻ ആൻഡ് എക്സ് ഡയറക്ഷൻ. ദിസ് ഈസ് ദ ഡയറക്ഷൻ എക്സ്. എക്സ് ഡയറക്ഷനിൽ വേവിന്റെ പ്രൊപ്പഗേഷൻ നടക്കുന്നു. ഇവിടെ പാർട്ടിക്കിളിന്റെ ഓസിലേഷൻ നോക്കിയാൽ ഇത് ഈ ഡയറക്ഷനിൽ, അതായത് വൈ ഡയറക്ഷനിലാണ്. അതായത് ഇവിടെ പാർട്ടിക്കിളിന്റെ ഓസിലേഷൻ ഡയറക്ഷനും വേവിന്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ നോക്കിയാൽ ഇത് ഒരു 90 ഡിഗ്രി ആംഗിൾ ആണ്. ദാറ്റ് ഈസ് ഇവിടെ നിന്ന് മനസ്സിലാക്കാം പ്രൊപ്പഗേഷൻ ഡയറക്ഷനും ഓസിലേഷനും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. ദാറ്റ് ഈസ് propagation and oscillation perpendicular to each other. So ഇങ്ങനെയുള്ള വേവ്സിനെയാണ് അല്ലെ ഇങ്ങനെയുള്ള വേവ് മോഷനെയാണ് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയുന്നത്. In the case of transverse waves, the direction of the wave propagation will be perpendicular to the direction of oscillation of the particles of the medium. ഇവിടെ മീഡിയത്തിലെ പാർട്ടിക്കിളിന്റെ മീഡിയത്തിലെ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും അവിടെ ഫോം ചെയ്യുന്ന വേവിന്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും. അങ്ങനെയുള്ള വേവ്സ് ആണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ഇനി ഈ ട്രാൻസ്വേഴ്സ് വേവിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ നോക്കിയാൽ ഇതിനെ നമുക്ക് ഒരു സിംഗിൾ ക്രസ്റ്റ് ആൻഡ് റഫ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ക്രസ്റ്റ് ആൻഡ് ദിസ് ഇസ് കോൾഡ് ട്രഫ്. ഒരു ക്രസ്റ്റ് ആയിട്ടും ഒരു ട്രഫ് ആയിട്ടും നമുക്ക് ഒരു ട്രാൻസ്വേഴ്സ് വേവിനെ റെപ്രസെന്റ് ചെയ്യാം. ഒരു സിംഗിൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടെ ചേരുന്നതാണ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിന്റെ എക്സാമ്പിൾസ് നോക്കിയാൽ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ ഫോം ചെയ്യുന്ന വേവ്സ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, ദെൻ ലൈറ്റ് വേവ്സ്, ദാറ്റ് ഈസ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇതൊക്കെ ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സ് വേവില് പ്രൊപ്പഗേഷൻ ഡയറക്ഷനും ഓസിലേഷൻ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു ട്രാൻസ്വേഴ്സ് വേവിനെ ഒരു ക്രസ്റ്റിന്റെയും ട്രഫിന്റെയും ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. നെക്സ്റ്റ്, ഇനി അടുത്ത ഒരു തരം വൈബ്രേഷൻ ഉണ്ട് ഒരു മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്. അതെന്താണെന്ന് നോക്കാം. അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഒരു സ്പ്രിങ് അസ്യൂം ചെയ്യുക. ഇതൊരു
കോയിൽഡ് സ്പ്രിംഗ് ആണ്. അത് അതിന്റെ നോർമൽ സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. ഞാൻ ഈ സ്പ്രിങ്ങിന് കുറച്ച് എനർജി കൊടുത്തിട്ട് ഇതിനെ കംപ്രസ് ചെയ്യിക്കുകയോ ഇതിനെ സ്ട്രെച്ച് ചെയ്യുകയോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന പാറ്റേൺ നോക്കിയാൽ the pattern will be like this. That is, when it compressed, the particles, it comes very close together. That is, ഇവിടെ കംപ്രഷന്റെ ഫലമായിട്ട് ഇവിടുത്തെ ഒരു പാർട്ടിക്കിൾസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിന് ഒരു പൊസിഷൻ നോക്കുക, ഒരു പോയിന്റ് നോക്കുക. ആ പോയിന്റിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കിയാൽ the particles of the medium, it oscillates to and fro motion. That is, ഇതൊരു പാർട്ടിക്കിൾ ആണെങ്കിൽ ഇത് ഫസ്റ്റ് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, ദെൻ ഈ ഡയറക്ഷനിൽ, ദാറ്റ് ഈസ് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേസമയം ഈ സ്പ്രിങ്ങിൽ ഫോം ചെയ്യുന്ന വേവിന്റെ ഡയറക്ഷൻ നോക്കിയാൽ അതും ഇതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് both the propagation direction and the oscillation of the particle will be in the same direction. That is, both the propagation and oscillation, both the propagation and oscillation are parallel to each other. Parallel ആകാം or anti-parallel. Anti-parallel ആകാം, parallel ആകാം. Anyway, രണ്ടും ഒരേ ഡയറക്ഷൻ ആണ്. ഇവിടെ വൺ ഡയറക്ഷൻ ആണ് രണ്ടിനും സ്പെസിഫൈ ചെയ്യേണ്ടത്. പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും ഓസിലേഷൻ ഡയറക്ഷനും ഒറ്റ ഡയറക്ഷൻ തന്നെയാണ്. അത് പാരലൽ ആകാം, ആന്റി പാരലൽ ആകാം. എനിവേ, ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഫസ്റ്റ് ഫിഗർ നോക്കാം. ഇവിടുത്തെ ഇതായത് ഈ പാർട്ടിക്കിൾസ് ഈ മീഡിയത്തിൽ വളരെ അടുത്ത് വരുന്നു. ഇതിനെയാണ് കംപ്രസ്ഡ് സ്റ്റേറ്റ്, കംപ്രഷൻ എന്ന് പറയുന്നത്. ഇനി പാർട്ടിക്കിൾസ് വളരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനെയാണ് റെയർഫാക്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഒരു സ്പ്രിങ്ങിന്റെ കേസ് നോക്കാം. ദാറ്റ് ഈസ് ദിസ് ഈസ് ദ കംപ്രസ്ഡ് സ്റ്റേറ്റ് ആൻഡ് ദിസ് ഈസ് ദ റെയർഫാക്ഷൻ. അപ്പോൾ ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കംപ്രഷനും ഒരു റെയർഫാക്ഷനെയും ആയിട്ടാണ് നമ്മൾ ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻ ആയിട്ടാണ്. ഇനി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ് നോക്കാം. ദാറ്റ് ഈസ് സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്. അപ്പോൾ ഈ സൗണ്ട് വേവ്സിൽ എന്താ നടക്കുന്നത്? ഒരു ബോഡി സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് വൈബ്രേഷന് ചുറ്റുമുള്ള എയർ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ഈ എയർ മീഡിയത്തിലെ ഓരോ പാർട്ടിക്കിൾസും വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ വൈബ്രേഷൻ നോക്കിയാൽ ഈ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വളരെ അടുത്ത് വരുന്നു. ദാറ്റ് ഈസ് ഇതിങ്ങനെ അടുത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒന്നിച്ചു ചേരുന്നു. അതുപോലെ തന്നെ അത് വളരെ അകലെയായിട്ടും പോകുന്നു. ഫോർ എക്സാമ്പിൾ, ഇഫ് യു കൺസിഡർ ദ കേസ് ഓഫ് എ ഡ്രം, ഡ്രമ്മിന്റെ കേസ് കൺസിഡർ ചെയ്താൽ വെൻ ദ ഡ്രം ബീറ്റ്സ്, the air particle which is very near to the drum, it moves away from the drum. Then അതിന്റെ ഫലമായിട്ട് ആ എയർ മോളിക്യൂൾസിന് കംപ്രഷൻ സംഭവിക്കുന്നു. അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യപ്പെടുകയാണ്. ദാറ്റ് ഈസ്, അതായത് അത് കംപ്രസ് ചെയ്യുന്നു. Then when it comes to the original states, it undergoes a rarefaction also. That is, കണ്ടൻസേഷനും റെയർഫാക്ഷനും ആണ് നടക്കുന്നത് ഈ എയർ മീഡിയത്തിൽ. കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് കണ്ടൻസേഷൻ. ദാറ്റ് ഈസ് the molecules or the air particles, it comes very close together, and during the rarefaction it goes apart. അപ്പോൾ ഇവിടെ കണ്ടൻസേഷൻ നടക്കുമ്പോൾ ഇവിടുത്തെ ഡെൻസിറ്റി നോക്കിയാൽ വളരെ ഹയർ ആയിരിക്കും. കണ്ടൻസേഷൻ ഇവിടുത്തെ ഡെൻസിറ്റി വളരെ ഹയർ ആയിരിക്കും. ഇവിടെയോ റെയർഫാക്ഷനിൽ ഇവിടുത്തെ ഡെൻസിറ്റി വളരെ കുറവുമായിരിക്കും. അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ പ്രഷർ നോക്കിയാൽ പ്രഷർ വിൽ ബി വെരി ഹൈ അറ്റ് ദിസ് പോയിന്റ്, ആൻഡ് ഇൻ ദിസ് പോയിന്റ് ദ പ്രഷർ വിൽ ബി വെരി ലോ ആണ്. ദാറ്റ് ഈസ്, ഒരു സൗണ്ട് വേവ് ഒരു എയർ മീഡിയത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ മീഡിയത്തിൽ പ്രഷർ വേരിയേഷൻ ആണ് സംഭവിക്കുന്നത്. പ്രഷർ വേരിയേഷൻ. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രഷർ വേവ്സ് എന്നൊക്കെ പറയാം. സൗണ്ട് വേവ്സ്, പ്രഷർ വേവ്സ്. എനിവേ, അപ്പൊ ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ് എന്ന് പറയുമ്പോൾ അവിടെ കണ്ടൻസേഷനും റെയർഫാക്ഷനുമാണ്. അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സ് വേവില് ക്രസ്റ്റിനും ട്രഫിനും അനലോഗസ് ആയിട്ട് ഇവിടെ നമുക്ക് ഒരു കണ്ടൻസേഷൻ അല്ലെങ്കിൽ കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻ കൺസിഡർ ചെയ്യാം. Then one condensation and one rarefaction constitute a single longitudinal wave. Then examples of the longitudinal waves are waves in a spring and the sound waves. Then differentiate between the longitudinal wave and the transverse wave. ഈ
ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് എക്സാമിന്. ഇപ്പോൾ ലോഞ്ചിറ്റ്യൂണൽ വേവ് എന്ന് പറയുമ്പോൾ each particles of the medium, it oscillates along the direction of propagation of the wave. In the case of longitudinal wave, each particles of the medium executes oscillatory motion about its mean position along the direction of propagation of the wave. In the case of transverse wave, each particles of the medium executes oscillatory motion about its mean position in a direction perpendicular to the direction of the wave. Perpendicular to the direction of the wave. In the case of longitudinal wave, the wave propagates in the form of compression or condensation and rarefaction. But in the case of a transverse wave, the wave propagates in the form of crest and trough. In longitudinal wave, one compression or condensation and rarefaction constitute a single wave. In transverse wave, one crest and one trough, it forms a single wave. Then the longitudinal waves cannot be polarized because longitudinal wave in the case wave in the propagation direction particle the vibration direction ഒരേ direction ആണ്. അതേസമയം transverse wave in the case particles in the vibration oscillation direction wave in the propagation direction different ആണ്. അതുകൊണ്ട് തന്നെ it can be polarized. That is, a light wave that is vibrating in more than one plane is called an unpolarized light. ഒരു ലൈറ്റ് വേവ് നോക്കിയാൽ അത് ഒന്നിലധികം പ്ലെയിനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന കാണാം. ഫോർ എക്സാമ്പിൾ, ലൈറ്റ് വേവ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അങ്ങനെയാണ് ഒരു സിംപ്ലി ഒരു ഓർഡിനറി ലൈറ്റ് നോക്കിയാൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഓറിയന്റേഷൻ വെക്ടർ ഓറിയന്റേഷൻ എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് റാൻഡംലി ഓറിയന്റഡ് ആണ്. ഇതിനെയാണ് ഒരു അൺപോളറൈസ്ഡ് എന്ന് പറയുന്നത്. അൺപോളറൈസ്ഡ് വൺ. Here the electric field component will be randomly oriented. If it is a polarized light, then the orientation of the electric field will be any single direction. ഇതാണ് ഒരു polarized light. ഇതൊരു unpolarized light ആണ്. This is an unpolarized light. This is a polarized light. Or a polarized light can be represented like this. This is a polarized light. Or this represents a polarized light. That is the orientation of the electric field vector in a particular direction. Then ഒന്നിലധികം ഡയറക്ഷനിൽ ഇങ്ങനെ റാൻഡം ആയിട്ട് ഓറിയന്റ് ചെയ്തിരിക്കുന്നതിനെയാണ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഓർഡിനറി ലൈറ്റിൽ നോക്കിയാൽ അത് ഇങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ട്രാൻസ്വേഴ്സ് വേവില് വേവിന്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷനും ഓസിലേഷൻ ഡയറക്ഷനും ഡിഫറെന്റ് ഡയറക്ഷൻ ആണ്. സോ ദിസ് വേവ് ക്യാൻ ബി പോളറൈസ്ഡ്. ഇനി examples of longitudinal wave means sound waves, a stretched spring. ഇപ്പോൾ ഒരു ട്രാൻസ്വേഴ്സ് വേവിനെ ലോഞ്ചിറ്റ്യൂണൽ വേവിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. അതേസമയം എക്സാമ്പിൾസ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്സ് ആർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആൻഡ് സ്ട്രെച്ച്ഡ് സ്ട്രിങ്. അതിനെ നമുക്ക് ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് ലോഞ്ചിറ്റ്യൂണൽ വേവും ട്രാൻസ്വേഴ്സ് വേവും തമ്മിലുള്ള ഡിഫറൻസ്. Next, waves may be one-dimensional, two-dimensional or three-dimensional according as they propagate energy in one direction, two direction or three direction. One dimension means the transverse waves along a string or the longitudinal waves along a spring. They are one-dimensional wave. And the two-dimensional means the surface waves or the ripples on water. Three-dimensional wave means the sound waves radiating from a point source. And these are one-dimensional, two-dimensional and three-dimensional waves. അപ്പോൾ ഇതാണ് വേവിനെ കുറിച്ചുള്ള ഒരു ഐഡിയ. അതായത് വേവിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നും അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും. ഓക്കെ.